ജാതി മത വർഗ വർണ്ണ ഭാഷകൾക്കതീതമായിട്ട് ആളുകൾ കുംഭമേളയിൽ ഒത്തുചേരുകയാണ്. ലോകം കുംഭമേളയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യോഗിയുടെ ഒരു മാജിക്കാണ് യഥാർത്ഥത്തിൽ UP-യിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ചില സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ഈ കുംഭമേളയിൽ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് 1 രൂപ കൊടുക്കണം. കുംഭമേളയിൽ സ്നാനം ചെയ്യാൻ 1 രൂപ ടാക്സ് വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായം ഭാരതത്തിൽ നിലനിന്നിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരാണ് നമ്മളെ ടാക്സ് ചെയ്തിരുന്നത്. അതായത് 1800 മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശ്രദ്ധയിൽ ഈ മഹാമേള അവരുടെ ശ്രദ്ധയിൽ വരുന്നു. പ്രയാഗ്രാജിൽ 10,000-കണക്കിന് ആളുകൾ അന്ന് ഒത്തുകൂടി ഈ ഗംഗാസ്നാനം ചെയ്യുന്നു. അന്ന് ഇന്ത്യയെ എങ്ങനെയും കൊള്ളയടിക്കുക, ഇന്ന് നമ്മൾ ബ്രിട്ടീഷുകാരെ എങ്ങനെയൊക്കെ വാഴ്ത്തിയാലും ഇന്ത്യയെ കൊള്ളയടിക്കുക എന്നുള്ള ഏക ലക്ഷ്യവുമായാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. ആ കൊള്ളയടിയുടെ ഭാഗമായിട്ട് ഗംഗാ സ്നാനം ചെയ്യുന്നതിന് കുംഭമേളയിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേളയിൽ ഗംഗാ സ്നാനം ചെയ്യുന്നതിന് 1 രൂപ കുംഭ ടാക്സ് കമ്പനിക്ക് കൊടുക്കണമായിരുന്നു. അതായത് ഇന്ത്യക്കാരിൽ നിന്ന് കമ്പനി 1 രൂപ ടാക്സ് വാങ്ങിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഈ പരിപാവനമായ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ ഇന്ത്യക്കാരെ അനുവദിച്ചിരുന്നത്. അവർക്കിതൊരു വലിയൊരു റവന്യൂ ആയിരുന്നു. 1800-കളിൽ ഒരു സാധാരണ ഇന്ത്യക്കാരൻ്റെ മാസശമ്പളം 8 രൂപയാണെന്നാണ് പറയുന്നത്. 4 രൂപ മുതൽ 8 രൂപ വരെയാണ് ഒരാളുടെ മാസ വരുമാനം. ആ ശമ്പളം ഉള്ളപ്പോഴാണ് 1 രൂപ കൊടുക്കുക. ആ വരുമാനം നിലനിൽക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാർ ഈ കമ്പനി 1 രൂപ, ബ്രിട്ടീഷുകാർ എന്ന് പറയാൻ പാടില്ല, കമ്പനിയാണ്, കമ്പനി 1 രൂപ ഭാരതീയരിൽ നിന്ന് കളക്ട് ചെയ്തത്, ശേഖരിച്ചത്. ഇത്ര കൊള്ളയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ കൊള്ളയുടെ ഒരു നേർചിത്രമാണിത്. ഇത് ഒരു ബ്രിട്ടീഷ് വനിത തന്നെ അവരുടെ ഓർമ്മക്കുറിപ്പുകളിൽ, പ്രയാഗ്രാജിൽ ജീവിച്ചിരുന്ന ഒരു ബ്രിട്ടീഷ് വനിത എഴുതിയ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നാണ് ഇന്ന് വെളിയിൽ വന്നിരിക്കുന്നത്. ഇത് കൂടാതെ അന്ന് കുംഭമേളയിൽ വരുന്ന ഈ ഭക്തർ അവിടെ തലമുണ്ടനം ചെയ്യുമായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ഈ ക്ഷുരക ജോലി ചെയ്തിരുന്ന ജീവനക്കാരിൽ നിന്ന് അവരിൽ നിന്ന് ഒരു 4 രൂപ വീതം ഒരു ടാക്സ് കളക്ട് ചെയ്തത്. അന്ന് 50,000 രൂപ 1800-ലോ മറ്റോ 50,000 രൂപ ഈ കമ്പനിക്ക് ഒരു കുംഭമേളയിൽ നിന്ന് ലാഭം ഉണ്ടായിരുന്നാണ് പറയുന്നത്. അതിൻ്റെ പകുതിയിലധികം ഈ ബാർബേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, ഈ ക്ഷുരക ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതായിരുന്നു. ഈ കമ്പനി തന്നെ അവർക്ക് ഷെഡുകൾ ഉണ്ടാക്കി കൊടുക്കും. ആ ഷെഡുകൾക്ക് വാടക എന്ന് പറഞ്ഞാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുംഭമേളയെ പോലും ചൂഷണം ചെയ്ത ഒരു ചൂഷണ കോളനി വാഴ്ചയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയത്. ഈ അവസരത്തിൽ ഈ വാർത്തകൾ വെളിയിൽ വരികയാണ് ചെയ്തത്. കുംഭമേളയെ അവർ സദാ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അതായത് 1919-ലോ മറ്റോ ഗാന്ധിജി കുംഭമേളയിൽ പങ്കെടുത്തു. അതിനെ ബ്രിട്ടീഷുകാർ വിലക്കിയിരുന്നു. ഗാന്ധിജി കുംഭമേളയിൽ പങ്കെടുത്താൽ ഇത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു സമര ആഹ്വാനമായി കാണും. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഭയം. മറ്റൊന്ന്, ഈ കുംഭമേളയിലൂടെ ജനങ്ങൾ ഒത്തുകൂടിയാൽ ദേശീയത വളരും. ഇന്നും അത് പലരെയും അലോസരപ്പെടുന്നുണ്ട് അല്ലേ? ഇന്നത്തെ കുംഭമേളയിലും 60 കോടി ജനങ്ങളാണ് ഇന്നത്തെ ഈ സൂപ്പർ ടെക് കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. അതായത് ജലത്തിന്റെ ഉള്ളിൽ പോലും നമ്മൾ ഡ്രോണുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. സുരക്ഷാ സംവിധാനം അതിഭയങ്കരമായിട്ടുള്ള സുരക്ഷാ സംവിധാനമാണ്. ഏരിയൽ സർവേ കൂടാത്തതിന് ജലാന്തർഭാഗങ്ങളിൽ ഡ്രോണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. AI ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ സുരക്ഷ കരയിലും ജലത്തിലും ആകാശത്തിലും ശക്തിപ്പെടുത്തി 60 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന മഹാ തീർത്ഥാടനമായിട്ട് ഇന്ന് കുംഭമേള മാറിയിരിക്കുന്നു. ഈ കുംഭമേളയുടെ ചരിത്രം നമ്മൾ പിന്നിലേക്ക് പോകുമ്പോഴാണ് ഈ കമ്പനി 1 രൂപ ഇന്ത്യക്കാരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തത്. അതുപോലെ തന്നെ 1942 ഒരു കുംഭമേള നടക്കുന്നതിനെ അവർ നിരോധിക്കാൻ ശ്രമിച്ചു. കാരണം 2ാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ 2ാം ലോകമഹായുദ്ധകാലത്ത് ഇന്ത്യയെ ആക്രമിക്കുമെന്നുള്ളൊരു ഭയം. അതേപോലെ തന്നെ 42-ൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശക്തി ഉണ്ടാകാതിരിക്കാനും 42-ൽ നടന്ന കുംഭമേളയെ കമ്പനി നിരോധിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഈ ഭാരതത്തിൽ നടന്ന സനാതന ധർമ്മത്തിന്റെ ഭാഗമായി ചേരുന്ന ഒത്തുചേരലുകളെ ഈ ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ധർമ്മ സംരക്ഷണം, സനാതന ധർമ്മം സംരക്ഷിക്കപ്പെടാതിരിക്കണം എന്ന് താല്പര്യമുള്ള ഒരു ബ്രിട്ടീഷ് വിഭാഗം ഈ കോളനിയിൽ ഉണ്ടായിരുന്നു. മിഷണറി പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് വരുന്നത്. അവരുടെ ഒരു പ്രധാന അജണ്ടയായിരുന്നു ഇങ്ങനെയുള്ള റിലീജിയസ് മേളകൾ നടക്കാതിരിക്കുക എന്നുള്ളത്. ഇങ്ങനെ പലതരത്തിലും ഈ കുംഭമേളയെ ഈ കമ്പനി നിരോധിക്കാനും നിരുത്സാഹപ്പെടുത്താനും ശ്രമിച്ചിരുന്നു. 1800 മുതലാണ് ഈ കുംഭമേളയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ ആയുധമെടുത്ത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം 1857 സ്വാതന്ത്ര്യ സമരത്തിൽ ഈ പ്രയാഗ് രാജിൽ നിന്ന് വൻ പിന്തുണയാണ്
ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കിട്ടിയത്. അത് ചരിത്ര രേഖകളിൽ അധികം രേഖപ്പെടുത്തിയിട്ടില്ല, ഇപ്പോൾ പല പേപ്പറുകളും വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം, നമ്മളതിനെ ബ്രിട്ടീഷുകാരതിനെ ശിപായി ലഹള എന്ന് വിളിച്ച് കളിയാക്കി. സാവർക്കറാണ് പിന്നെ അതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 സ്വാതന്ത്ര്യ സമരത്തിനെ പുനർനാമകരണം ചെയ്തത്. ഈ 1857 ഝാൻസി റാണിയൊക്കെ പങ്കെടുത്തിരുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് പ്രയാഗ്രാജിൽ നിന്നാണെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. അതിന് കാരണം കുംഭമേളയോട് ബ്രിട്ടീഷുകാർ കാണിച്ച അനാദരവും അവിടെ നടത്തിയ കൊള്ളയും കൊള്ളിവയ്പും ഈ പ്രയാഗ്രാജിൽ ഉണ്ടാക്കിയ പ്രതിഷേധം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രയാഗ്രാജിൽ നിന്ന് വൻ പിന്തുണ ലഭിച്ചുവെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുംഭമേളയെക്കുറിച്ച് ചരിത്രം നമ്മൾ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് എങ്ങനെയാണ് ഒരു കൊളോണിയൽ രാജ്യമായ ബ്രിട്ടീഷുകാർ പ്രയോജനപ്പെടുത്തിയതെന്നും എങ്ങനെ ഇന്ത്യയെ കൊള്ള ചെയ്യാൻ വേണ്ടി ഈ മഹാമേളയെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചു എന്നും മനസ്സിലാകും. ഈ ബ്രിട്ടീഷ് കൊള്ളയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത് 64.82 ട്രില്യൺ ഡോളറാണ്. ഒരു ട്രില്യൺ എന്ന് പറയുന്നത് ദശലക്ഷം കോടിക്കാണ് പറയുന്നത്. അത്രയും രൂപയാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്. ഈ 1943 ഇവിടെ ഒരു ബംഗാൾ ക്ഷാമം നടന്നു. 30 ലക്ഷം ആളുകളോടാണ് മരിച്ചു വീണത്. അപ്പോൾ ഇന്ത്യയിലേക്ക് ആഹാര സാധനങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ, അന്ന് ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ചർച്ചിലിന് ഒരു കത്തെഴുതി. അപ്പോൾ ചർച്ചിൽ ആ ഈ നിർദ്ദേശം, ആ റിക്വസ്റ്റ് ചെയ്യുന്ന ഫയലിൽ എഴുതി, ഇന്ത്യക്കാർ മുയലുകളെ പോലെ പെരുകുന്നു, അവിടെ ഇത്ര പക്ഷിക്ഷാമം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗാന്ധി മരിച്ചില്ല? ഇതാണ് ബ്രിട്ടീഷുകാർ എഴുതിയത്. ഇന്നും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിലിരിക്കുന്ന കോഹിനൂർ രത്നം നമ്മുടെ കൊള്ള ചെയ്ത് കൊണ്ടുപോയാണ്. ഇത് ഇന്നും നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ കൊള്ളയും കൊള്ളിവയ്പും ചൂഷണവും മാത്രം നടത്തിയ ഒരു രാഷ്ട്രമാണ് ബ്രിട്ടൻ. ഇന്ന് നമ്മളെ സാമ്പത്തികമായിട്ട് നമ്മളെക്കാൾ വളരെ പിന്നിൽ പോയി. അത് ചരിത്രനീതിയായിരിക്കാം. അപ്പോൾ കുംഭമേളയും ബ്രിട്ടീഷുകാർ എങ്ങനെ ഇന്ത്യക്കാരെ കൊള്ള ചെയ്യാൻ പ്രയോജനപ്പെടുത്തി, ഇന്ത്യയെ ചൂഷണം ചെയ്യാൻ പ്രയോജനപ്പെടുത്തി എന്നുള്ള ചിത്രങ്ങൾ, എന്നുള്ള രേഖകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗിയുടെ യഥാർത്ഥത്തിൽ ഒരു ബ്രില്യൻസ് ആണ്, ആ സർക്കാരിൻ്റെ ഒരു ആസൂത്രണപരമായിട്ടുള്ളൊരു ബ്രില്യൻസ് ആണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുംഭമേളയിൽ. സാർ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? ഇപ്പോൾ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ തീപിടുത്തം പോലുള്ള ടെൻറ്റുകളിലൊക്കെ. നമ്മുടെ ഈ മഹത്തായ സംസ്കാരവും ബൃഹത്തായ പാരമ്പര്യത്തിനെയും ടെക്നോളജിയുമായി ചേർത്ത് മനുഷ്യൻ്റെ ആത്മീയമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ എക്കണോമിക് സൈഡ് കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു, അതിന് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. ഇതാണ് യോഗ ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, മതം ഇതിനെ സംരക്ഷിക്കുന്നു. ഒപ്പം ഇതുകൊണ്ട് മടങ്ങാണ് തിരിച്ചു കിട്ടുക. രാഷ്ട്രത്തിനുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുന്നു. ഒപ്പം വളർന്നു വരുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കുന്നു. ഇതാണ് യോഗി ആദിത്യനാഥിനെ പോലുള്ള ഒരു യുഗപ്രഭാവനായ മുഖ്യമന്ത്രി UP-യിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉള്ള മറ്റു എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട ഈ സർവകലാശാലകളും ഗവേഷണ കേന്ദ്രങ്ങളും UP-യിൽ വന്ന് പ്രയാഗ്രാജിൽ വന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സുരക്ഷ, ഇവിടെ പകർച്ചവ്യാധികൾ പകരാതിരിക്കാൻ എന്തൊക്കെയാണ് മുൻകരുതൽ എടുത്തിരിക്കുന്നത്, ഇവിടെ എങ്ങനെയാണ് ശുദ്ധജലം ഉറപ്പാക്കിയിരിക്കുന്നത്, ഇവിടെ എങ്ങനെയാണ് ഗതാഗത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്, മറ്റുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 60 കോടി ജനങ്ങൾ താൽക്കാലികമായി ഒത്തുകൂടുന്ന ഒരു മഹാമേള, അവിടെ എന്തെല്ലാം കരുതലുകൾ എടുത്തിരിക്കുന്നു, എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തിരിക്കുന്നു, അതിൻ്റെ ആസൂത്രണം എങ്ങനെയാണ്, ഇതെങ്ങനെ വിജയകരമായി പോകുന്നുവെന്ന് ലോകത്തിലുള്ള എല്ലാ സർവകലാശാലകളും ഗവേഷണ കേന്ദ്രങ്ങളും പ്രയാഗ്രാജിൽ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ മേളയുടെ ഒരു വിജയം. ഈ കുംഭമേള, ഈ മഹാകുംഭമേളയുടെ ഈ ഒരു 12 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. ഇന്ത്യ ലോക ഭൂപടത്തിൽ ഏറ്റവും വലിയൊരു ശ്രദ്ധാകേന്ദ്രമായിട്ട് തീരുകയാണ് ഈ ഫെബ്രുവരി 23 വരെ, ഈ ഒരു 40 ദിവസം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനിടയിൽ ഈ ഒരു കാര്യത്തെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ചും ചില തൽപര കക്ഷികൾ എന്ന് പറയുന്നത്. അവർ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനുള്ള ഒരു അവസരമാക്കിയിട്ട് ഈ കുംഭമേളയെ മാറ്റി തീർക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്കാർ വളരെ വൃത്തികെട്ടവന്മാരാണ്, ഡേർട്ടി പീപ്പിളാണ്, ഇവർ കണ്ടില്ലേ ഡ്രസ്സ് ഇടാതെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ, അതും വൃത്തികെട്ട വെള്ളത്തിൽ ഒരുപാട് ആളുകൾ അതിൽ മലമൂത്ര വിസർജനം നടത്തുന്നുണ്ടാവും, തുപ്പുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ആ വെള്ളത്തിലൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മുങ്ങാൻ പറ്റുന്നത്, ഇത് രോഗം വരില്ലേ, ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ എന്താണ് ഇതിൽ നമുക്ക് പറയാൻ പറ്റുക, ഇതിനൊരു മറുപടി? നമ്മുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയാം. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അല്പവസ്ത്രധാരിയായിരുന്നു. അദ്ദേഹം റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പോയത് പോലും ഈ രണ്ട് പീസ് വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന
സായിപ്പന്മാരെടുത്ത് അദ്ദേഹം ചർച്ചയ്ക്ക് പോയത് 2 പീസ് വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ വസ്ത്രത്തിനോടുള്ള നമ്മുടെ സങ്കല്പവും വസ്ത്രത്തിനുള്ള ലാളിത്യവും ലോകം മുഴുവൻ മനസ്സിലാകുന്നതാണ്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന നാഗസന്യാസിമാർ, അല്ലെങ്കിൽ അഘോരികളെ, അങ്ങനെയുള്ള അവർ ഭസ്മം പൂശി ജടയും ജടാവൽക്കലങ്ങളൊക്കെ ധരിച്ച മഹർഷിമാരെ കളിയാക്കുന്ന ആ സമ്പ്രദായം, അതൊക്കെ ആ ആത്മീയതയുടെ ആ തലത്തിലേക്ക് ഉയർന്നത് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് അത് പരിഹാസമായി മാത്രമേ തോന്നുള്ളൂ. ഈ പഞ്ചഭൂത നിർമ്മിതമായ ഭൗതിക ശരീരത്തിന് അല്ല പ്രാധാന്യമെന്ന് മനസ്സിലാക്കുന്ന ഒരു തലത്തിലേക്ക് സനാതന ധർമ്മത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്ന ആളിനെ ഇതിനെ പരിഹസിക്കാൻ തോന്നില്ല. IIT-യിൽ നിന്ന് വരെ പാസ്സായ ധാരാളം അഘോര സന്യാസിമാരെ, IIT ബാബ നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ, മഹാപണ്ഡിതനായിരുന്ന നമ്മുടെ ഈ ചിന്മയാനന്ദ സ്വാമികൾ കേരളത്തിൽ നിന്ന് പോയ ഏറ്റവും പ്രഗത്ഭനായ ഒരു നിരീശ്വരവാദിയായ പത്രപ്രവർത്തകനായിരുന്നു. ഹിമാലയ സാനുക്കളിലെ മഹർഷിമാരുടെ കാപട്യം ലോകത്തിനോട് കാണിക്കാൻ വേണ്ടി അവരെ ഇന്റർവ്യൂ ചെയ്യാൻ പോയ ആളാണ് ചിന്മയാനന്ദ സ്വാമികൾ. അദ്ദേഹം വിശ്വനാഥ മേനോന്ന് മറ്റുമാണ് അദ്ദേഹത്തിന് പൂർവാശ്രമത്തിലെ പേരെന്ന് തോന്നുന്നു. അദ്ദേഹം ചിന്മയാനന്ദ സ്വാമികളായി മാറിയ നാടാണത്. അപ്പോൾ ഈ പരിഹസിക്കുന്നവരോടൊന്നും നമ്മളിതിന് ഉത്തരം പറയാൻ മെനക്കെടേണ്ട കാര്യമില്ല. രണ്ടാമത് ആ ജലത്തിൻ്റെ മാലിന്യം, അങ്ങനെയുള്ള അത്തരം ഹൈലൈറ്റ്സുകൾ ഈ ഗംഗാ നദിയെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് അതിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചും പരിപാവനതയെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശ്വാസം ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുന്ന ഗംഗ നിരന്തരം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ ഈ ഗംഗാജലത്തെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത് കാണുന്നത്. ഇനി നമ്മൾ ഈ മേള തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി ഗംഗാ നദിയിൽ കുളിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെട്ടതായിട്ട് വല്ലതും പത്രങ്ങളിൽ ഏതെങ്കിലും മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്? നമ്മളെ ബിൽ ഗേറ്റ്സിന്റെ ഭാര്യയ്ക്ക് തിരക്കിനിടയിൽപ്പെട്ട ഒരു ബോധം കെട്ട് വീണു. അതോടൊപ്പം തന്നെ കൈക്ക് ചെറിയ അലർജി സംഭവിച്ചു. അത് അലർജി, ഇത് പകർച്ചവ്യാധികൾ വരണം. ഈ പകർച്ചവ്യാധികൾ പകരുന്ന ഒരു വലിയ മാധ്യമമാണ് ജലം. വായു, ജലം, അങ്ങനെയാണല്ലോ പകർച്ചവ്യാധികൾ പകരുന്നത്. അവിടെ ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടതായിട്ടൊന്നും ഇതര വാർത്തകളില്ലല്ലോ. ഇതൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ, അതായത് അവര് ബോധം കെട്ട് വീണിട്ടില്ല. ആക്ച്വലി ബോധം കെട്ട് വീണു എന്നുള്ളത് മറ്റൊരു മാധ്യമം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. അവർക്ക് ചെറിയൊരു പനി പോലുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. പിന്നെ കൈക്കൊരു അലർജി എന്ന് പറഞ്ഞ പകർച്ചവ്യാധി അല്ലല്ലോ, വ്യക്തികൾക്കുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന പ്രതികരണത്തിന് തന്നെ അലർജി എന്ന് പറയുന്നത്. അലർജി എന്ന് പറയുന്ന ഒരു പകർച്ചവ്യാധിയായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇതൊക്കെ ദോഷൈക ദൃക്കുകൾ കണ്ടുപിടിക്കുന്നതാണ്. അവിടെ ഒരു പകർച്ചവ്യാധി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം അവിടെ പാളിച്ചകൾ പറ്റി, അല്ലെങ്കിൽ ജലത്തിൽ കൂടെ പകർച്ചവ്യാധി പകർന്നു, അല്ലെങ്കിൽ വായുവിലൂടെ പകർന്നു എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഈ മഹാമേളകൾ, അതായത് സനാതന ഒരു പൗരാണികമായ വിശ്വാസത്തിൻ്റെയും ആധ്യാത്മികതയുടെയും പേരിൽ എവിടെയൊക്കെ എന്തെല്ലാം ആഘോഷങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ മാറ്റു കുറയ്ക്കാൻ ശ്രമിക്കുന്ന, അതിൻ്റെയൊക്കെ പ്രാധാന്യം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം എപ്പോഴും നടക്കാറുണ്ട്. എന്തിന്? കേരളത്തിൽ വരുമ്പോൾ ഈ ആന എഴുന്നള്ളത്തിനെതിരെയും അതൊക്കെ അതിൻ്റെയൊക്കെ സുരക്ഷ പരിപാലിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വരുന്ന ആന സംരക്ഷണം, വെടിക്കെട്ട് നിരോധനം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യവഹാരങ്ങൾ, ഈ ആൾക്കൂട്ടം, ഈ ആഘോഷങ്ങളെ കേന്ദ്രീകരിച്ച് ധാരാളം വാർത്തകളും വ്യവഹാരങ്ങളും പ്രതികരണങ്ങളും ക്രിറ്റിസിസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതൊക്കെ പലപ്പോഴും ഈ ആധ്യാത്മിക രംഗത്ത് ഉണ്ടാകുന്ന ഉണർവും ഉയർച്ചയും ഐക്യവും ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ്. അത് ഭാരതീയരെ, അത് വിശ്വാസികളൊക്കെ അതിനെ തൃണവൽഗണിച്ചുകൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത്.